ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ രാവിലെ തൊട്ട് 4 മണി വരെയുള്ള കുറച്ച് വീഡിയോകൾ മാത്രം ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആട്ടത്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മുറ്റത്തിലുള്ള അവസ്ഥകളായിട്ടോ. കണ്ടോ, അവിടെയൊക്കെ ഡബ്ബറും തോട്ടാട്ടോ. പിന്നെ ചായ കുടിക്കാൻ പോയി. ചായ വെച്ച് ഉഴുന്ന് ദോശ ഉണ്ടാക്കിന്, അതും ചട്ടിനിയും തിന്നു കേട്ടോ. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. വെച്ചുണ്ടാക്കിയോണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടി വരില്ലല്ലോ. അപ്പോൾ പൊന്നൂസിനെ മദ്രസ പറഞ്ഞേക്കാനുള്ള തിരക്കില്ലായിരുന്നു. അപ്പോൾ ഓള് ചായ അടിച്ചോ. എല്ലാവർക്കും ഇഷ്ടമായിക്കണം അമ്മച്ചിൻ്റെ കടി ആയതുകൊണ്ട്. പിന്നെ ആടിനെ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതാണ്ടോ, ഇത് ചിന്നു കേട്ടോ. ചിന്നും കുട്ടികളും എന്ന് പറയും. ഓല് ഉറക്കച്ചടവൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഓലിപ്പോൾ എണീച്ചതേ ഉള്ളൂ. കണ്ടോ കുട്ടികളിതാ, ഓലിപ്പോൾ ഒന്ന് വരുന്നേ ഉള്ളൂ. അതാണ് സുന്ദരി കേട്ടോ, പെരുംചാടെ. ഞങ്ങളെ കുഞ്ഞാനെയാണ്. കണ്ടോ, അവൻ്റെ പിന്നെ പറയാക്കാൻ വെച്ച കണ്ടില്ലേ. പിന്നെ ഇപ്പച്ചി ഒരു 11:30 ആയപ്പോഴത്തേന് അടുത്ത പണി തുടങ്ങി കേട്ടോ. അപ്പോൾ വളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊത്തി നിരത്തുന്നൊക്കെ പണിയാണ് ഇപ്പച്ചി ചെയ്യണത്. പിന്നെ ഞാൻ എന്താക്കി, അതൊക്കെ കുറച്ച് നേരം വീഡിയോ എടുത്ത് വന്ന് പിന്നെ ഞങ്ങളെല്ലാവരും പാടെ തോട്ടിൽ പോയി. തോട് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ, കുറച്ച് പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ അതിലങ്ങനെ നടന്ന് പോകുന്ന കാഴ്ച ഉണ്ടത്. ഇവിടെയൊക്കെ ഡബ്ബർ തോട്ടാട്ടോ, കവുങ്ങും അങ്ങനെയൊക്കെ ഉണ്ട്, തെങ്ങും കവുങ്ങൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്തുള്ള ഒരു തോട്ടിലേക്ക് മരിച്ചു. അമ്മായിക്ക് ഭയങ്കര ബേജാറ് കേട്ടോ, തോട്ടക്ക് തോനെ ദൂരം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. കുറച്ചുള്ളൂ ഗൈസ്, കുറച്ച് പോയാൽ മതി. 3 കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി പോയാൽ അവിടെ എത്തും. നിങ്ങൾ ബേജാറാണ് കേട്ടോ അമ്മയെ, സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ പോയി. പിന്നെ അപ്പോൾ അമ്മായിക്ക് പെരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കലൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ നടത്താൻ കൊണ്ടുവന്നതും പിന്നെ കുളിച്ചലും ആയി നേരിട്ട് വന്നാട്ടോ. പിന്നെ അങ്ങനെ നടന്ന് ഞങ്ങളിതാ എത്താനായിട്ടുണ്ട്. കണ്ടോ, ഡബ്ബറും തോട്ടത്ത് ഭയങ്കര ചെമ്മലൊക്കെ മൂടി കിടക്കട്ടോ. കുറേ ഞങ്ങൾ ഇതിലൊക്കെ വന്നിട്ട്. അപ്പോൾ തോടിൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല, നമുക്ക് പോയി നോക്കിയിട്ട് എങ്ങനെ കേട്ടോ. ആകെ ചെമ്മലൊക്കെ മൂടിക്കണ, വെള്ളമൊക്കെ ഉണ്ടാവോ. കാടൊക്കെ പിടിച്ചിക്കണ്. അപ്പോഴത്തേനും ഷിംന അവിടെ എത്തിട്ടോ. നമ്മളവിടെ എത്തി. വെള്ളം കുറവാട്ടോ, തീരെ വെള്ളമല്ല. ഞാൻ കുറച്ചെങ്കിലൊക്കെ വെള്ളം പ്രതീക്ഷിച്ചിന്, പക്ഷെ തീരെ വെള്ളമല്ല. ഇങ്ങനെ ഇപ്പോൾ തോടിൻ്റെ അവസ്ഥ കാണില്ല നിങ്ങൾ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി മോളിൽ കയറി വെക്കിട്ടോ, അവിടെ വെള്ളം കെട്ടിയിട്ട് വെള്ളമില്ലാത്തത് അതുകൊണ്ടാണ് തോന്നുന്നത്. ഷിംന അതിലൊക്കെ ഇറങ്ങി നോക്കുകയാണെന്ന് പറയുന്നത്. അപ്പം ഞാനും അവളെ പിന്നാലെ പോയി നോക്കട്ടെ കേട്ടോ. അവിടെയൊക്കെ വെള്ളം നോക്കി, തീരെ വെള്ളമല്ല. കണ്ടോ ഇങ്ങനെയായിട്ടുള്ളത്. വെരി സാഡ് ഗൈസ്, എന്താ ചെയ്യാ. ഞങ്ങളൊന്ന് ആഗ്രഹിച്ച് വന്നു നോക്കുമ്പോൾ വെള്ളമില്ല. ഇതുണ്ടോ, മരമൊക്കെ കൊഴിഞ്ഞാടി കിടക്കണ്ടോ അവിടെ. വെള്ളം അവിടെ കെട്ടിക്കൊണ്ട് ആണ് വെച്ചിട്ടും അവിടെ ഉണ്ടോ ഉമ്മച്ചൊക്കെ കുളിച്ചണേ. പിന്നെ എന്താ, ഞങ്ങളെ അമ്മേനെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഞങ്ങളെ അമ്മായി ഉണ്ടോ. അമ്മേൻ്റെ പേരെന്താ? സുലൈക്ക. പേര് പറഞ്ഞു. സുലൈക്ക ഉണ്ടോ അമ്മേൻ്റെ പേര്. ഹായ് കൊടുക്കി. ഹായ്. അങ്ങനെ ഗായ്സ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാട്ടോ. വെള്ളം കണ്ടോ ഇവിടെ കലക്കിക്കണോ. ഇതാണ്ടോ ഗൈസ്, അവിടെ വെള്ളമില്ല കേട്ടോ, പക്ഷെ ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. ഇന്നലെ നല്ല വെള്ളം ഉണ്ടായിന്, ഇവിടെ നിന്നൊക്കെ കുറഞ്ഞാകണ്ടോ. താഴേക്കൊക്കെ ഇവിടെ കണ്ടില്ലേ. അപ്പോൾ തോട്ടിന്ന് പോന്നു. ഞങ്ങൾ ചോറുന്നിട്ടോ, ഉച്ചക്കത്തെ ചോറുന്നാണ്. മീൻകറി ഉണ്ടായിനി, വേറൊന്നുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം ചിത്രമൊക്കെ വരച്ചു തരാൻ പറയാം. അതൊക്കെ കേട്ടോ. അപ്പോൾ 4 മണിക്ക് ഞാൻ
ചേമ്പും ഇറച്ചിയും തിന്നു കേട്ടോ. നല്ല രസമുണ്ടായിനി, അതും അടിപൊളി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.